അതെ, നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അതിനു മുമ്പ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും കൂടെ കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് 2 കപ്പ് പച്ചരിയാണേ. 4 മണിക്കൂർ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. സാധാ പച്ചരിയാണേ. എന്നാൽ പിന്നെ നമുക്കതിനെ ഒന്ന് അരച്ചെടുത്താലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ പച്ചരി എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മളിവിടെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് പച്ചരിക്ക് 150 ഗ്രാം ശർക്കര എന്ന കണക്കിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ പച്ചരിയുടെ കൂടെ കുറച്ച് പാനിയാക്കി ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഴം എടുത്തിരിക്കുന്നത് നമ്മുടെ റോബസ്റ്റ പഴമാണ്. പക്ഷേങ്കിൽ എനിക്കിതിവിടെ ഇവിടെ കിട്ടാനുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കദളിപ്പഴമോ അല്ലെങ്കിൽ പാളയംകുടം പഴമോ ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. എന്നിരുന്നാലും റോബസ്റ്റ പഴം കുഴപ്പമൊന്നുമില്ല. എന്നാൽ പിന്നെ നമ്മുടെ പച്ചരിയും ശർക്കരയും പിന്നെ നമ്മുടെ പഴവും കൂടി ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ശർക്കര പാനിയുടെ ഒരു സ്വല്പം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പഴവും, അതും റോബസ്റ്റ പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വറുത്ത് പൊടിച്ച ജീരകമാണ്. പിന്നെ ഒരു 5 ഏലക്ക, അത് പൊടിച്ചിട്ടില്ല, സാധാരണ പൊളിച്ചങ്ങോട്ട് ഇടുകയാണ് ചെയ്തത്. 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ഗോതമ്പ് പൊടിയും കുറച്ച് ശർക്കര പാനിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതാ പറഞ്ഞ പോലെ നമ്മളത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്നില്ലേ പച്ചരി എല്ലാം കൂടെ, അതിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നുള്ളുപ്പും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് എന്തിനാണെന്ന് വെച്ചിട്ട് നമ്മൾക്കൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല, എന്നാലും ചിലരൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 6 മണിക്കൂർ നമ്മുടെ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പുളിച്ച് പോകാൻ പാടില്ല, എന്നാൽ ചെറിയൊരു പുളിപ്പ് വേണം താനും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഏത് പരുവത്തിലാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സാധാ ഓയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ തേങ്ങ കൊത്തി എരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്, അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊത്തി എരിഞ്ഞോ അല്ലാതെ വേണേലും ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ലായേ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കളർ മാറി വരണം, ഓവറായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. അതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മുടെ മാവിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തേരെ കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കറുത്ത എള്ളാണേ. കറുത്ത എള്ള് വേണമെങ്കിൽ മതി, പക്ഷേ എള്ളിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടീനെ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചോളുക. എന്നിട്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാനിത് നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമുക്ക് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് സാധാരണ വെളിച്ചെണ്ണ ഇഷ്ടമല്ല, പക്ഷേ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ആ എണ്ണയുടെ കൂട്ടത്തിൽ ഞാനൊരു സ്വല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് വേണ്ട, ഒരു പകുതി മുക്കാലോളമൊക്കെ മതിയാവും. കാരണം അത് പൊങ്ങി വരുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി കയറി വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, പൊങ്ങി വരുന്നത് കണ്ടോ, ഈ പരുവത്തിൽ വരും. അത് മാവ് ഏകദേശം വെന്ത് വരുന്ന സമയത്ത് അങ്ങനെ കയറി വന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഇവിടെ നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ മൂടി വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ എണ്ണ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് മൂടി വെച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തോളുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്കതിനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഒരു തവയിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കാര്യമാണ്, ഈ കോരുന്ന സമയത്ത് നമ്മൾ വേറൊരു കടായിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡീപ് ഫ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതിയാവും കേട്ടോ. സാധാരണ കടകളിലൊക്കെ കൊടുക്കാറുള്ളവർ അങ്ങനെയാണ് ചെയ്യാറ്. നമ്മളിപ്പോൾ വീടുകളിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും നല്ല എണ്ണയുണ്ട്. ഇതിപ്പോൾ കൊടുത്തു വിടാനുള്ളതായതുകൊണ്ടാണ് കേട്ടോ, ഓഫീസിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട്
അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മുടെ ശർക്കരയുടെ കളർ അനുസരിച്ചിരിക്കും. കളർ കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ല കറുത്തതാ ഈ ഒരു പരുവത്തിലേക്ക് കിട്ടും. കളർ കുറവാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിന് ഇത്തിരി കളറും കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ നമ്മുടെ ഉണ്ണിയപ്പത്തിനെ ഒന്ന് മുറിച്ച്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരൊക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? എന്നെ രുചിയാണെന്നറിയാവോ? നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ടാറ്റാ.